അടുത്തതായി ചെസ് നമ്പർ 20, ചെസ് നമ്പർ 20. സൂറത്തുൽ അഹ്സാബ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي اتق الله ولا تطع الكافرين والمنافقين إن الله كان عليما حكيما. واتبع ما يوحى إليك من ربك إن الله كان بما تعملون خبيرا. وتوكل على الله وكفى بالله وكيلا. ما جعل الله لرجل من قلبين في جوفه وما جعل أزواجكم اللائي تظاهرون منهن أمهاتكم وما جعل أدعياءكم أبناءكم ذلكم قولكم بأفواهكم والله يقول الحق وهو يهدي السبيل. صدق الله العظيم. أعوذ بالله من الشيطان الرجيم. وإن طائفتان من المؤمنين اقتتلوا فأصلحوا بينهما فإن بغت إحداهما على الأخرى فقاتلوا التي تبغي حتى تفيء إلى أمر الله فإن فاءت فأصلحوا بينهما بالعدل وأقسطوا إن الله يحب المقسطين. إنما المؤمنون إخوة فأصلحوا بين أخويكم واتقوا الله لعلكم ترحمون. يا أيها الذين آمنوا لا يسخر قوم من قوم عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن يكن خيرا منهن. ولا تلمزوا أنفسكم ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون. يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم
ولا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم. സദഖല്ലാഹുൽ അലീം. അടുത്തത് ചോദ്യങ്ങളാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല മാതാവിൻ്റെ ഗർഭാശയത്തിൽ മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് വിവരിക്കുമ്പോൾ ഒന്നിനു ശേഷം മറ്റൊന്നായി സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞ ശേഷം തുടർന്ന് പറയുന്നത് എന്ത്? ഒന്നിനു ശേഷം മറ്റൊന്നായി മാതാവിൻ്റെ ഗർഭാശയത്തിൽ അല്ലാഹു തആല മനുഷ്യ സൃഷ്ടി നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് തുടർന്ന് പറയുന്നത് എന്ത്? ഫീ ളുലുമാത്തിൻ സലാസ്, 3 ഇരുണ്ട അറകളിലായി. ഒന്നും കൂടെ, 3 ഇരുണ്ട അറകളിലായി. ഫീ ളുലുമാത്തിൻ സലാസ്, 3 അന്ധകാരങ്ങളിലായി ആണ് മാതാവിൻ്റെ ഗർഭാശയത്തിൽ മനുഷ്യ ശിശുവിൻ്റെ സൃഷ്ടിപ്പ് നടക്കുന്നത്. മുഫസ്സിരീങ്ങൾ പറയുന്നത് ശിശുവിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി അല്ലാഹു തആല 3 വ്യത്യസ്തമായ സംരക്ഷണ കവചങ്ങൾ മാതാവിൻ്റെ ഗർഭാശയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ പരാമർശമെന്ന്. അടുത്ത ചോദ്യം, ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സത്യനിഷേധികൾ തങ്ങളെ നരകത്തിൽ നിന്നും പുറപ്പെടുവിക്കാൻ അപേക്ഷിക്കുന്നതിൻ്റെ മുന്നോടിയായി, ഞങ്ങളെ നരകത്തിൽ നിന്ന് പുറപ്പെടുവിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നതിന് മുന്നോടിയായിട്ട് നീ ഞങ്ങളെ ഡാഷ് പ്രാവശ്യം മരിപ്പിച്ചു, ഡാഷ് പ്രാവശ്യം ജീവിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. എത്ര പ്രാവശ്യമാണത്? റബ്ബന അമത്തന ഇസ്നതൈനി വഅഹ്യൈതന ഇസ്നതൈൻ, 2 പ്രാവശ്യം ജീവിപ്പിക്കുകയും 2 പ്രാവശ്യം മരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ മനുഷ്യനെ അല്ലാഹു തആല 2 പ്രാവശ്യം ജീവിപ്പിക്കുന്നുണ്ട്, 2 പ്രാവശ്യം മരിപ്പിക്കുന്നുണ്ട്. ഒരു മരണം ഇപ്പോൾ നമുക്കറിയാം, പക്ഷേ രണ്ടാമത്തെ മരണം എവിടെയാണ് എന്ന് ഒരു പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കൂ. നാം നമ്മുടെ ഈ ശരീരം, ഇത് നാം ഇവിടെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ ഒരു ഭ്രൂണമായി വികസിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ പദാർത്ഥങ്ങളും ഈ ഭൂമുഖത്തുണ്ട്. നമ്മൾ മൃതപ്രായരായിരുന്നു, നമുക്ക് ജീവനുണ്ടായിരുന്നില്ല. അങ്ങനെ അല്ലാഹു തആല ജീവൻ നൽകി. അപ്പോൾ മരിച്ചതിനെയാണ് നിർജീവമായതിനെയാണ് അല്ലാഹു തആല ജീവിപ്പിച്ചത്. പിന്നീട് രണ്ടാമത് മരിക്കുന്നു, വീണ്ടും ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. ഓക്കെ, അടുത്ത അവസാനത്തെ ചോദ്യം, പരിശുദ്ധ ഖുർആനിൽ ഒരാൾ തനിക്കൊരു ഗോപുരം നിർമ്മിച്ചു തരണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ആ ആവശ്യപ്പെടുന്നത് ആരോടാണ് ആവശ്യപ്പെടുന്നത്? എനിക്കൊരു ഗോപുരം എന്ന് പറഞ്ഞ ഒരു ടവർ പണിയിച്ചു തരണം എന്ന് ആവശ്യപ്പെടുന്നതായി ഖുർആനിലുണ്ട്. ആരാണ് ആവശ്യപ്പെടുന്നത്? ആരോടാണ് ആവശ്യപ്പെടുന്നത്? ഈ 2 വ്യക്തികളുടെ പേരാണ് പറയേണ്ടത്. ഫിർഔൻ ഹാമാനിനോട്. ഒന്നുകൂടെ വിശദീകരിക്കാവോ? ഫിർഔൻ ഹാമാനിനോട് പറഞ്ഞു, യാ ഹാമാൻ ഇബ്നി ലി സർഹൻ ലഅല്ലി അബ്ലുഗുൽ അസ്ബാബ്, ആകാശത്തേക്കൊരു ഗോപുരം പണിത് തരണം. ഉത്തരം ശരിയാണ്, മാർക്ക് കിട്ടി. പക്ഷേ ഈ കേൾക്കുന്ന എല്ലാവർക്കും ആരായി 2 ആളുകൾ തിരിയണ്ടേ? ഫിർഔൻ എന്ന് പറഞ്ഞാൽ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ഈജിപ്ത് എന്ന സാമ്രാജ്യം ഭരിച്ചിരുന്ന അക്കാലത്തെ ചക്രവർത്തി. അയാളുടെ പ്രധാനമന്ത്രിയായിരുന്ന ഹാമാനോടാണ് പറഞ്ഞത് മൂസാ നബിയെ കൊച്ചാക്കാൻ വേണ്ടി, ഞങ്ങൾ റബ്ബുൽ ആലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് വന്നപ്പോൾ ഹാമാൻ പ്രധാനമന്ത്രി, നീ എനിക്കൊരു ഗോപുരം നിർമ്മിച്ചതാ, ഈ പറയുന്ന റബ്ബുൽ ആലമീൻ എങ്ങാനും മേലെ ഉണ്ടോ എന്ന് ഞാൻ പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞു. ചെസ് നമ്പർ 20
3 out of 3 ബാറക്കല്ലാഹു ഫീക്ക്.